ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഭിവന്ദ്യരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീത 3-ാമത്തെ അധ്യായം കർമ്മയോഗമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 24 വരെയുള്ള ശ്ലോകങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. 25-ാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം. സക്താ കർമ്മണ്യ വിദ്വാംസഃ യഥാ കുർവന്തി ഭാരത കുര്യാദ് വിദ്വാംസ്തഥാ സക്തഃ ചികീർഷുർലോകസംഗ്രഹം. ഹേ ഭാരത, അല്ലയോ അർജുന, കർമ്മണി സക്താഹ, കർമ്മത്തിൽ ആസക്തിയുള്ളവരായ അവിദ്വാംസഃ, അജ്ഞാനികൾ. സന്ധി ചെയ്യുമ്പോൾ കർമ്മണി അവിദ്വാംസഃ. യഥാ കർമ്മ കുർവന്തി, എപ്രകാരം കർമ്മം ചെയ്യുന്നുവോ അപ്രകാരം, തഥാ അപ്രകാരം, ലോകസംഗ്രഹം ചികീർഷുഹു വിദ്വാൻ, ലോകത്തിന് അതായത് ജനങ്ങൾക്ക് നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ആത്മജ്ഞാനി അസക്തഃ കുര്യാത്, ആസക്തി കൂടാതെ ചെയ്യണം. അജ്ഞാനികൾ എപ്രകാരമാണ് കർമ്മം ചെയ്യുക? അതായത് കർമ്മം ചെയ്യുന്ന കർമ്മത്തിന് കർമ്മഫലം തീർച്ചയായും ലഭിക്കും എന്ന വിചാരത്തോടു കൂടിയിട്ട് ആ ഫലത്തിനു വേണ്ടി ഉത്സാഹത്തോടു കൂടി അജ്ഞാനികൾ കർമ്മം ചെയ്യും. അതേപോലെ ലോകനന്മയെ ആഗ്രഹിക്കുന്ന ജ്ഞാനി ആസക്തി കൂടാതെ ചെയ്യണം എന്നാണ് ഭഗവാൻ പറയുന്നത്. കർമ്മവാസനകൾ തീരെ ഇല്ലാത്തവരാണ് ജ്ഞാനികൾ. അതുകൊണ്ട് അവർക്കൊരു കർമ്മവും ചെയ്യേണ്ടതായിട്ടില്ല. എന്നിരുന്നാലും അജ്ഞാനികൾക്ക് ഒരു ബോധമുണ്ടാക്കാനും അവർക്ക് മാതൃകയാകാനും വേണ്ടി ജ്ഞാനി ഉത്സാഹത്തോടെ കർമ്മം ചെയ്യണം. അജ്ഞാനിയുടെ കർമ്മം കാമ്യകർമ്മമാണ്. അത് സ്വാർത്ഥ താല്പര്യത്തോടു കൂടിയതാണ്. അയാൾ കർമ്മഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് കർമ്മം ചെയ്യും. എന്നാൽ ഭഗവാനിൽ വിശ്വാസമുള്ള ജ്ഞാനി നിഷ്കാമവും നിസ്വാർത്ഥവുമായി ലോകസംഗ്രഹത്തിനായിക്കൊണ്ട് കർമ്മം ചെയ്യണം എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അതായത് ഒരു സ്ഥിതപ്രജ്ഞൻ മഹത്വമുള്ളയാളാണ്. ആ ജ്ഞാനി നിസ്സംഗനായിരിക്കണം. കർമ്മഫലം ആഗ്രഹിക്കരുത്. കർമ്മവാസനകൾ ക്ഷയിച്ചയാളാണ്. അതുകൊണ്ട് എങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടത്? ലോകനന്മയ്ക്കായിക്കൊണ്ട്. ലോകനന്മയ്ക്ക് എന്ന് ചിന്തിച്ചാൽ അവിടെ സകലരിലും ഭഗവാനെ കാണുവാൻ ആഗ്രഹിക്കും. ഭഗവാനെ കണ്ടുകൊണ്ട് ഭഗവതർപ്പണമായിട്ട് കർമ്മം ചെയ്യുമ്പോൾ കർമ്മഫലത്തിൽ ആസക്തി ഉണ്ടാകുകയുമില്ല. അപ്പോൾ അങ്ങനെ ജനങ്ങളുടെ നന്മയെ ലാക്കാക്കി കർമ്മം ചെയ്യണം എന്നാണ് ഇവിടെ ഭഗവാൻ ഉപദേശിക്കുന്നത്. ഇങ്ങനെ അജ്ഞാനിയെ ബോധവൽക്കരിക്കുവാൻ ഒരു വിദ്വാൻ ഒരുമ്പെട്ടില്ലെങ്കിൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കും എന്നാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. നമുക്ക് ഈ ശ്ലോകം ഒന്നുകൂടി വായിക്കാം. സക്താ കർമ്മണ്യ വിദ്വാംസഃ യഥാ കുർവന്തി ഭാരത കുര്യാദ് വിദ്വാംസ്തഥാ സക്തഃ ചികീർഷുർലോകസംഗ്രഹം. 26-ാമത്തെ ശ്ലോകം വായിക്കാം. ന ബുദ്ധിഭേദം ജനയേത്
അജ്ഞാനാം കർമ്മസംഗിനാം ജോഷയേത് സർവകർമാണി വിദ്വാൻ യുക്തഃ സമാചരൻ. വിദ്വാൻ ആത്മജ്ഞാനി, കർമ്മസംഗിനാം അജ്ഞാനാം കർമ്മത്തിൽ സംഘമുള്ളവരായിരിക്കുന്ന മൂഢബുദ്ധികൾക്ക് ബുദ്ധിഭേദം ന ജനയേത് ബുദ്ധിക്ക് ഇളക്കത്തെ ഉണ്ടാക്കരുത്. സഹായുക്ത അദ്ദേഹം യോഗയുക്തനായിട്ട്, അതായത് സർവത്ര ആത്മസ്വരൂപത്തെ കണ്ടുകൊണ്ട് സർവകർമാണി എല്ലാ കർമ്മങ്ങളെയും സമാചരൻ നന്നായി ആചരിച്ചുകൊണ്ട് ജോഷയേത് പ്രീതിപ്പെടുത്തണം. അതായത് അജ്ഞാനികളെ കൊണ്ടും അവ ആചരിപ്പിച്ച് അവരെ സന്തുഷ്ടരാക്കണം എന്നാണ്. ജ്ഞാനി ആത്മാനുഭവമുള്ളയാളാണ്. ഫലസംഗത്തോടെ കർമ്മം ചെയ്യുന്ന അവിവേകികൾക്ക് സംശയവും തെറ്റിദ്ധാരണയും ഉളവാക്കരുത്. സർവത്ര ആത്മസ്വരൂപത്തെ കണ്ട് ആനന്ദിച്ച് കർമ്മങ്ങൾ വേണ്ടതുപോലെ വേണ്ടിടത്ത് അനുഷ്ഠിച്ച് എല്ലാ കർമ്മങ്ങൾക്കും നേർവഴി കൊണ്ടുവരണം ഒരു ജ്ഞാനി എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അതായത് സൽക്കർമ്മത്തിൽ ശ്രദ്ധ ആ അജ്ഞാനികൾക്കും കൊണ്ടുവരണം. അവർ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മം ഒരുപക്ഷെ അത് ആവശ്യമില്ലാത്തതാണെങ്കിലും അജ്ഞാനികളെ അവർക്ക് താല്പര്യമുള്ള കർമ്മങ്ങളിൽ, പ്രത്യേകിച്ച് സൽക്കർമ്മങ്ങളിൽ പ്രവർത്തിപ്പിച്ച് അവരുടെ പ്രീതിയെ വർദ്ധിപ്പിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം ഓരോ വ്യക്തിയും ഗുണകർമ്മങ്ങളുടെ അടിമകളാണ്. അത് ആ ഗുണത്തിനനുസരിച്ചിട്ടാണ് ഓരോരുത്തർക്കും സ്വഭാവം ഉണ്ടായി വരിക. അത് വളരെ വേഗത്തെ ഒരിക്കലും മാറ്റിയെടുക്കുവാൻ സാധ്യമല്ല. അപ്പോൾ ഒരു സത്യദർശി ഒരു അജ്ഞാനിയുമായിട്ട് ഇടപഴകുമ്പോൾ ഓരോരുത്തരെയും ആ ആളിന് മനസ്സിലായാലും ഓരോരുത്തരുടെയും ഗുണകർമ്മങ്ങൾ വേർതിരിച്ച് കണ്ട് അവരുടെ ആ തൽക്കാലത്തിൽ അവർ ചെയ്യുന്ന കർമ്മങ്ങൾ എങ്ങനെ അനുഷ്ഠിച്ചാൽ ലക്ഷ്യപ്രാപ്തി കണ്ടെത്തും എന്ന് ചിന്തിച്ചുകൊണ്ട് അത് കാട്ടിക്കൊടുക്കണം. അപ്പോൾ സ്വയം ആചരിച്ചും ഉപദേശിച്ചും ലോകസംഗ്രഹത്തെ നിർവഹിക്കാം. ഭഗവാൻ തന്നെയാണ് ഇവിടെ ഉദാഹരണം. ഭഗവാൻ ആ പാർത്ഥനെ ഇതാ ഇവിടെ ഉപദേശം കൊടുത്തും പാർത്ഥൻ്റെ സാരഥിയായി നിന്നുകൊണ്ടും ലോകസംഗ്രഹം ഭഗവാൻ അനുഷ്ഠിക്കുകയാണ്. അപ്പോൾ സാധാരണ മനുഷ്യർക്ക് ഭഗവാനെ മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടാണെങ്കിലും നമുക്കത് ചിന്തിച്ചാൽ മനസ്സിലാകും. ലോകസംഗ്രഹം കൊതിക്കുന്നയാൾ സ്വയം കർമ്മങ്ങളിൽ നിന്ന് ഒരിക്കലും മാറി നിൽക്കരുത്. മാറി നിന്നാൽ ജനങ്ങളും അത് അനുകരിക്കും. അവരുടെ ഹൃദയം സംശയം കൊണ്ട് നിറയും. അതുണ്ടാകരുത്. ഇനി വ്യക്തിയുടെ ഗുണകർമ്മങ്ങൾക്ക് വിപരീതമായിട്ട് ഉപദേശിക്കാനും പറ്റില്ല. അങ്ങനെ ചെയ്താലും തെറ്റിദ്ധാരണയുണ്ടാകും. അപ്പോൾ സംശയവും തെറ്റിദ്ധാരണയും ഉണ്ടാക്കുക, അതാണ് ഇവിടെ ബുദ്ധിഭേദം എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു സത്യദർശി അല്ലെങ്കിൽ ഒരു ജ്ഞാനി ഒരിക്കലും ഒരു അജ്ഞാനിക്ക് ബുദ്ധിഭേദത്തിന് കാരണക്കാരനാകരുത്. എന്താണ് പരമമായ ശ്രേയസ്? ബ്രഹ്മസാക്ഷാത്കാരം. അത് എങ്ങനെ നേടാം? ജ്ഞാനമാർഗത്തിലൂടെ നേടാൻ സാധിക്കും. എങ്കിൽ എല്ലാവർക്കും ജ്ഞാനോപദേശം ചെയ്യാൻ സാധിച്ചുകൂടെ എന്നൊരു ചോദ്യമുണ്ടെങ്കിൽ ആ ചോദ്യത്തിനും അത് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റു ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കുമുള്ള നിവാരണമാണ് അടുത്ത ശ്ലോകങ്ങൾ. നമുക്ക് ഈ ശ്ലോകം ഒന്നുകൂടി പാരായണം ചെയ്യാം. ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനാം കർമ്മസംഗിനാം ജോഷയേത് സർവകർമാണി വിദ്വാൻ യുക്തഃ സമാചരൻ. 27-ാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം.
പ്രകൃതി ക്രിയമാണാനി ഗുണൈ കർമാണി സർവശഃ അഹങ്കാരവിമൂഢാത്മാ കർത്താഹമിതി മന്യതേ. പ്രകൃതേഃ ഗുണൈഃ, പ്രകൃതിയുടെ ഗുണങ്ങളാൽ, ക്രിയമാണാനി സർവശഃ കർമാണി, ചെയ്യപ്പെടുന്ന എല്ലാ കർമ്മങ്ങളെക്കുറിച്ചും, അഹങ്കാരവിമൂഢാത്മാ, അഹങ്കാരം കൊണ്ട് മൂഢബുദ്ധിയായിരിക്കുന്ന ഒരുവൻ, അഹം കർത്താ ഇതി മന്യതേ, ഞാൻ തന്നെയാണിതാ എല്ലാം ചെയ്യുന്നവൻ എന്ന് വിചാരിക്കും. പ്രകൃതിയുടെ ഗുണങ്ങളാൽ, അതായത് സത്വ രജസ് തമോ ഗുണങ്ങളാൽ നമുക്ക് ദേഹ ഇന്ദ്രിയങ്ങൾ ആണ് കർമ്മം ചെയ്യുന്നത്. അത് പഞ്ചഭൂതങ്ങളിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു. ഞാൻ എന്ന് നാം ചിന്തിക്കുന്ന ആ ഒരു സ്വരൂപം കർമ്മത്തിൻ്റെ കർത്താവോ ഭോക്താവോ അല്ല എന്ന സത്യമാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഞാൻ സ്വരൂപം സാക്ഷിയായിട്ട് നിന്ന് ജഡങ്ങളായ ദേഹേന്ദ്രിയങ്ങൾക്ക് കർമ്മം ചെയ്യുവാനുള്ള ചൈതന്യത്തെ പ്രദാനം ചെയ്യുന്നു. ഞാൻ, ആ ആത്മതത്വം, ആത്മാവ് സാക്ഷിയാണ്, സാക്ഷിയായിട്ട് നിൽക്കുന്നു. ആ ആത്മാവിനെ മറന്നിട്ട് ഞാൻ ദേഹേന്ദ്രിയ മനസ്സുകളാണെന്ന് ഭ്രമിക്കുന്നതാണ് അഹങ്കാരം. ഈ സാക്ഷി ജഡങ്ങളായ ദേഹേന്ദ്രിയങ്ങൾക്ക് കർമ്മം ചെയ്യുവാനുള്ള ചൈതന്യത്തെ, ശക്തിയാണ് പ്രദാനം ചെയ്യുന്നത്. എന്നാൽ അജ്ഞാനി ദേഹാത്മബുദ്ധി പുലർത്തുന്നു. ഈ ശരീരമാണ് ഞാൻ എന്നുള്ള ആ ഒരു അജ്ഞാനം അയാളെ ബന്ധിക്കുന്നു. ദേഹമാണ് ആത്മാവ് എന്നുള്ള ചിന്തയുണ്ടാകുന്നു. അതാണ് ദേഹാത്മബുദ്ധി. അപ്പോൾ അങ്ങനെ പുണ്യപാപകർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു. ശരിക്കും അഹങ്കരിക്കുന്ന അഹങ്കാരിയായ കർത്താവിന് കർമ്മങ്ങളിൽ നേരിട്ട് ഒരു സ്വാധീന ശക്തിയുമില്ല എന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അപ്പോൾ ഇല്ലാത്ത ഒന്നിനെ എന്നാൽ ഉണ്ടെന്ന് കരുതിക്കൊണ്ട് ദേഹാത്മബുദ്ധി പുലർത്തി കർമ്മം ചെയ്യുമ്പോൾ പുണ്യപാപ കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നു. അതിൻ്റെ ഫലം സുഖമായാലും ദുഃഖമായാലും അനുഭവിക്കേണ്ടി വരുന്നു. ഇതാണ് കർമ്മബന്ധം. ഈ കർമ്മബന്ധം അജ്ഞാനിക്ക് മാത്രമേ ഉള്ളൂ. ജ്ഞാനിക്ക് ഞാൻ ചെയ്യുന്നു എന്ന ഭാവന ആദ്യമേ മാറിപ്പോകും. അഹങ്കാരം ഇല്ല, അപ്പോൾ അഹം എന്നുള്ള ബോധം പൊങ്ങി വരുന്നില്ല. കർത്തൃത്വ ഭോക്തൃത്വ ബുദ്ധി ഇല്ല. ഞാൻ ചെയ്യുന്നു, ഞാൻ അനുഭവിക്കുന്നു എന്ന ഭാവനയില്ല എന്നർത്ഥം. അങ്ങനെ ബുദ്ധിയില്ലാത്തത് കൊണ്ട് കർമ്മബന്ധം അവനെ ബന്ധിക്കുന്നില്ല, കർമ്മം അവനെ ബന്ധിക്കുന്നില്ല, കർമ്മബന്ധമേ ഇല്ല. അതുകൊണ്ട് എന്താണ് ഗുണം? അവൻ്റെ മനസ്സ് എപ്പോഴും പരിശുദ്ധമായിരിക്കുന്നു. അജ്ഞാനിക്ക് ആ തന്നിലുള്ള അശുഭവാസനകളെ നീക്കി ശുഭവാസനകൾ വളർത്തിക്കൊണ്ടുവന്നാൽ മാത്രമേ കർമ്മബന്ധ മുക്തി നേടുവാൻ സാധിക്കുകയുള്ളൂ. അതെങ്ങനെ നേടാം? തത്വവിചാരം കൊണ്ട് തൻ്റെ ഗുണം എന്ത് എന്ന് സത്സംഗങ്ങളിലൂടെ മനസ്സിലാക്കണം. അവനവൻ്റെ ഗുണം കണ്ടെത്തുക. അത് മനസ്സിലാക്കി മെല്ലെ സത്വഗുണത്തിലേക്ക് ഉയരണം എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ തമസ്സിനെയും രജസ്സിനെയും തള്ളിക്കളയണം. രജോ ഗുണം തമോ ഗുണത്തെക്കാളും ശ്രേഷ്ഠമാണ്, പ്രവർത്തിക്കും. തമോ ഗുണമാണെങ്കിൽ നിദ്ര, ആലസ്യ, പ്രമാദം, ഉറക്കമായിരിക്കും, അല്ലെങ്കിൽ തെറ്റായിരിക്കും, അല്ലെങ്കിൽ മടിയായിരിക്കും, ഇങ്ങനെ പോകും. അപ്പോൾ ഇതിനെ തള്ളിക്കളഞ്ഞിട്ട് സത്വഗുണത്തെ വർദ്ധിപ്പിക്കണം. അപ്പോൾ സത്വഗുണം ഉയർന്നു വരുമ്പോൾ നാം
ഭഗവാനിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ സ്വരൂപം എന്ത് എന്ന് നമുക്ക് തെളിഞ്ഞു പ്രകാശിക്കും. അതാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. അവനവൻ്റെ ആ ഒരു ഗുണം അല്ലെങ്കിൽ സ്വഭാവം അത്ര എളുപ്പത്തിൽ മാറ്റിയെടുക്കുവാൻ സാധ്യമല്ല. എങ്കിലും തത്വവിചാരം ചെയ്താൽ ഇത് തീർച്ചയായിട്ടും സാധ്യമാണ് എന്നാണ് അനുഭവസ്ഥർ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് സഹിഷ്ണുതയോടെ നാം ഓരോരുത്തരും ശ്രമിക്കണം. എന്തിനാണ് ശ്രമിക്കേണ്ടത്? നാം ഓരോരുത്തരും കർമ്മബദ്ധരാണ്. പക്ഷേ ആ കർമ്മം നമ്മെ ബന്ധിക്കാതിരിക്കണമെങ്കിൽ നമ്മിലെ അഹങ്കാരഭാവം മാറിപ്പോകണം. എന്നാൽ ഒരിക്കലും കർമ്മം നമ്മെ ബന്ധിക്കില്ല. അതിനാണ് ഭഗവാൻ അർജുനന് ഈ ഉപദേശങ്ങൾ നൽകുന്നത്. നമുക്ക് ശ്ലോകം ഒന്നുകൂടി പാരായണം ചെയ്യാം. പ്രകൃതി ക്രിയമാണാനി ഗുണൈ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ. ലൗകികനെ പോലെ ബാഹ്യകർമ്മങ്ങളിൽ ഏർപ്പെടുന്ന തത്വജ്ഞാനിയുടെ സ്ഥിതി എന്ത് എന്ന് തുടർന്നുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ വർണ്ണിച്ചു തരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഭക്തജനങ്ങൾക്ക് ഈ ഒരു ക്ലാസ് പ്രയോജനപ്പെടുന്നു എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ ഈ ക്ലാസ്സിനെ സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോവില്ലല്ലോ. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്തേ.